നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കടലക്കറിയാണല്ലോ മാവ, സൂപ്പർ കേട്ടോ. രുചിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഞാൻ എന്തിന് അമ്മാവനുടക്കുന്ന കറിയില്ലേ, സൂപ്പർ ആയിരിക്കുന്നേ. ആണോ? ഈ ഒരൊറ്റ മണം മാത്രം കിട്ടിയാൽ മതി. അപ്പോഴേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും കടലക്കറിയും മെയ്ഡ് ബൈ ദി ഗ്രേറ്റ് കുറുപ്പമ്മാവൻ. നമുക്ക് കഴിച്ചാലോ? അത് കൊള്ളാലോ. അല്ല, ഇന്നെന്താ നേരത്തെ വിശക്കുന്നേ? അത് അലോക് മോൻ ഉണ്ടായിട്ടാ അല്ലേ മോളെ? അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. അലോക് മോൻ ഇവിടെ തന്നെ നിർത്താം. എന്താ? അച്ഛന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീരജ് എന്തേലും എതിർത്ത് പറഞ്ഞു വെച്ചാ? ചില മനസ്സ് പൊള്ളിക്കുന്ന വാക്കുകൾ. ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? പറയാനല്ല, പ്രവർത്തിക്കാനാ തോന്നിയത്. പട്ടാളക്കാരന്റെ കൈക്ക് ബലക്ഷയമൊന്നും വന്നിട്ടില്ല. ആഹാരം കഴിക്കാൻ അവൾ വരുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അറിയിച്ചു കൊടുക്കാം എന്റെ കൈയുടെ കരുത്ത്. വേണ്ട വേണ്ടെന്നും കരുതി മാറി നടന്നത് തെറ്റായിപ്പോയി. ആ, മോളിരിക്കെ. അവള് വരുമോന്ന് അറിഞ്ഞിട്ട്? അവള് വരും. മോളിരിക്കെ. ഇരിക്കെ. വേണ്ട മുത്തശ്ശ, മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ വന്നത്. അവര് കഴിച്ചു കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇരിക്കാം. മോളവിടെ ഇരിക്കേ. ഇല്ലച്ചാ, ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടി ആരും ഇരിക്കണ്ട. ഞാൻ എഴുന്നേൽക്കാം. മോളവിടെ ഇരിക്കാൻ. നിന്റെ അടുത്തിരുന്ന് ആഹാരം കഴിക്കാനേ എന്താ അവൾക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ നോക്കട്ടെ. നിന്നോടുകൂടി ഇരിക്കാനാ പറഞ്ഞത്. മോളെ, ഇവൾക്ക് വിളമ്പി കൊടുക്ക്. വേണ്ട, എനിക്ക് വിളമ്പി കഴിക്കാൻ അറിയാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. ഇപ്പൊ നിനക്ക് ആരുടെ സഹായം വേണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സഹായം വേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് അമ്മ എല്ലാവർക്കും വേണം. എന്തൊരു സ്നേഹമായിരുന്നു. അമ്മയെന്ന് തികച്ചു വിളിക്കില്ല, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഇപ്പൊ എന്നെ വിളിക്കുന്നത് അച്ഛൻ കേട്ടില്ലേ? അമ്മയെന്ന് വിളിക്കാറുണ്ടോ? ഇന്ന് നീ നിവർന്നു നിന്ന് എന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന നിന്റെ അഹങ്കാര വാക്കുകളുണ്ടല്ലോ, അത് പറയാനുള്ള ശക്തി കിട്ടിയതേ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതിൽ നിന്നുമാണ്. അത് നീ മറക്കരുത്. ഞാൻ നിനക്ക് വെച്ച് നീട്ടുന്ന ആഹാരത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോന്നല്ലേ? അങ്ങനെ വിഷം കലർത്താൻ ഈ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നെങ്കിലേ മോളെ, നീയൊന്നും ഇന്ന് നിവർന്നു നിൽക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല. ആ പോയത് നിന്റെ അമ്മയാണ്. തിരുത്താമായിരുന്നിട്ടും തിരുത്താൻ കൂട്ടാക്കാത്ത തെറ്റുകളാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണക്കുകളും നീ ഒരിക്കൽ ബോധിപ്പിക്കേണ്ടി വരും. അത് ഓർമ്മ വേണം. കഴിക്കുമോളെ, മോനും കഴിക്കേ. സർ, അലോകിന് രാത്രിയിൽ എങ്ങനെയുണ്ടായിരുന്നു?
ഏയ് ഒരു കുഴപ്പമുണ്ടായില്ല, സുഖമായിട്ട് ഉറങ്ങി. കാലിന് വേദനയോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് അറിയാനാ. വേദനയുള്ളതായിട്ട് മോൻ പറഞ്ഞൊന്നുമില്ല. ഞാനെന്നാ മോന്റെ കൊടുക്കാം. ആ ശരി. ദാ മോനെ. ഹലോ അമ്മേ. ആ മോനെ, എങ്ങനെയുണ്ട്? കാലിന് വേദന വല്ലതും തോന്നിയോ? ഇല്ലമ്മേ. രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുമല്ലോ അല്ലേ? അറിയില്ലമ്മേ, അത് ശിവദോസങ്ങളെ അറിയൂ. എത്രയും വേഗം വാ മോനെ, അമ്മയ്ക്ക് മോനെ കാണാൻ ധൃതിയായി. ആ ഫോണിക്ക് തന്നെ. ഇതാ മോനെ. ഹലോ അമ്മേന്റി. മോളെ, എപ്പോഴാ അലോകിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഏട്ടൻ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയോ അമ്മേന്റി? അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. ഏട്ടനെ കാണാൻ അമ്മേന്റിക്ക് തിടുക്കമായിന്നേ. ഏട്ടനൊപ്പം കളിച്ച് കൊതി മാറിയില്ല അമ്മേന്റി. പ്ലീസ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിടാം. വേണ്ട വേണ്ട, അമ്മ ആന്റി സമ്മതിക്കില്ല. അമ്മ ആന്റിയുടെ നല്ല മോളല്ലേ, അങ്ങനെ ആവശ്യപ്പെടല്ലേ. ഹലോ മോളെ, ഹലോ. ഇങ്ങനെ മോളെ. ഹലോ നന്ദിത, നില മോള് പിണങ്ങിയിരിക്കുക. മോനെ ഒരു ദിവസം കൂടി അവിടെ നിർത്താൻ പറയല്ലേ സർ. ഏയ് വേണ്ട, മോള് അങ്ങനെ ആഗ്രഹം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതൊന്നും കാര്യമാക്കണ്ട. അലോകിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ശരി സർ. മോളോട് പറയണേ അമ്മ ആന്റിയോട് പിണങ്ങല്ലേന്ന്. ശരി, ഓക്കെ. അതെ, മോള് പിണങ്ങിയിരിക്കണോ? ഏട്ടനെ നമുക്ക് വേറെ ദിവസം കൊണ്ടുവരാന്നേ, അതുപോരെ? മോള് പിണങ്ങണ്ട, ഏട്ടൻ വേറൊരു ദിവസം വരാം. എന്നിട്ട് നമുക്ക് കൊറേ കളിക്കാം, കൊറേ കഥയും പറയാം. എന്താ? പിന്നല്ല. അപ്പൊ എല്ലാരും ഫുഡ് കണ്ടിന്യൂ ചെയ്തോളൂ. മോള് കഴിച്ചോളൂ, മോനും കഴിച്ചോളൂ. കുറച്ചുകൂടെ കറി വേണോ? വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ നന്ദനെ പിരിഞ്ഞിരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ശരണ്യോട് വീട്ടിൽ പോവാൻ. പോണം നന്ദ, 1-2 ദിവസം മാറി നിൽക്കണം. അത് 2 പേർക്കും ഒരു റിലീഫാവും. അങ്ങനെ ശരണ്യക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാമെന്നാ ഞാൻ പറഞ്ഞത്. അതെ, നന്ദൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണല്ലോ. ശരണ്യക്ക് ഇവിടെ നിൽക്കാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ടോ? മുൻപില്ലായിരുന്നു. ഇപ്പൊ നന്ദന്റെ മൗനം എന്നെ ഒറ്റപ്പെടുത്തുന്നു. അതിന്റെ കാരണവും ശരണ്യക്കറിയാം. അറിയാം നന്ദ, അതിന് ഞാൻ നന്ദനെ തെറ്റ് പറയുന്നില്ല. എല്ലാം വിധിയാ. ശരി നന്ദ.